ദുബായിലുണ്ടായ തീപിടുത്തത്തിൽ മലയാളി ദമ്പതികൾ മരിച്ചതിൻ്റെ ഞെട്ടലിലാണ് മലപ്പുറം ജില്ലയിലെ വേങ്ങര. ദേരയിലെ ട്രാവൽസ് ജീവനക്കാരായ റിജേഷും ഭാര്യ ജഷിയുമാണ് ഇന്നലെ മരിച്ചത്. നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ബന്ധുക്കളെന്നറിയുന്നു. വേങ്ങരയിൽ നിന്ന് സമീർ ബിൻ കരീം നമുക്കൊപ്പം ചേർന്നു. ഗുഡ് മോർണിംഗ് സമീർ. എന്തൊക്കെയാണ് നമുക്കറിയാൻ കഴിയുന്ന കാര്യങ്ങൾ? എന്തായാലും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റാണ് വേങ്ങരയിൽ ഉണ്ടായത്. SKN ഗുഡ് മോർണിംഗ്. ഈ ദാരുണമായ ഈ സംഭവത്തിൻ്റെ വിവരങ്ങളാണ് നമുക്ക് രാവിലെ തന്നെ പങ്കുവെക്കാനുള്ളത്. ഇന്നലെ ഉച്ചയോട് കൂടിയാണ് ദുബായിൽ തീപിടുത്തമുണ്ടാകുന്നത്. തുടർന്ന് ഈ തീപിടുത്തത്തിലാണ് ഈ വേങ്ങര സ്വദേശിയായിട്ടുള്ള കാളങ്ങാടൻ റിജേഷും അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ ജിഷിയും മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവർ രണ്ടുപേരും ദുബായിൽ ജോലി ചെയ്യുന്നവരാണ്. റിജേഷ് അവിടെ ഈ ട്രാവൽസിലും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു സ്കൂളിലും ജോലി ചെയ്യുന്നവരാണ്. ഏതായാലും ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ബന്ധുക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് അറിയിപ്പ് ലഭിക്കുന്നത്. അങ്ങനെയാണ് ഇവർ മരിച്ചു എന്നുള്ള കാര്യത്തിലേക്ക് ഇവർ വ്യക്തത വരുന്നത്. തുടർന്ന് ഇവരുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഇവരുടെ വീട്ടിലാണ്. ഇവരുടെ ബന്ധു സുബ്രഹ്മണ്യൻ നമ്മോടൊപ്പം ചേരുകയാണ്. ഇങ്ങനെ ഒരു ദാരുണമായ സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എപ്പോഴാണ് നമ്മളിങ്ങനെ അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ കാര്യം? ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ മൂത്ത മകന് അവൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ചെറിയൊരു അപകടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താ അപകടം എന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, പിന്നെ എന്തോ അവർ നിൽക്കുന്ന ഫ്ലാറ്റിന് തീ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്ക് അപകടം പറ്റിയിട്ടുണ്ട്. ഇവരെ കാണാനില്ല എന്നുള്ളതാണ് കിട്ടിയ ന്യൂസ്. അപ്പോൾ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, അപകടങ്ങളൊന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്നുള്ള സമാധാനത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവരെ അടുത്ത് അവിടെ കൂടെ ജോലി ചെയ്യുന്ന കൂടെ അവൻ്റെ ഓണറാണെന്ന് തോന്നുന്നു. അയാൾ വിളിച്ചു. അയാളുടെ പേര് സൈനുദ്ദീൻ എന്നാണ്. ഈ സൈനുദ്ദീൻ എന്ന് പറഞ്ഞ ആൾ ആദ്യം വിളിച്ച് അവന് വിവരം അറിയിച്ചതാണ്. അപ്പോൾ അവൻ നേരെ എൻ്റെ അടുത്തേക്ക് വന്നു. ഞാനും ഇവനും മാത്രമേ അപ്പോൾ ഈ ഓൺ ദി സ്പോട്ടുള്ളൂ, ഞങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം ഉറങ്ങി കിടക്കുക. അപ്പോൾ അവരൊന്നും അറിയിക്കേണ്ട, നമ്മൾ ഒന്നും ഉണ്ടാവില്ല, ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ള സമാധാനത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ വീണ്ടും 1 മണിക്കൂറോളം കാത്തുനിന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ദുഃഖവാർത്ത ഞങ്ങൾ ഞെട്ടിക്കുന്ന ഒരു വിവരം ഞങ്ങൾ അറിയുന്നത്. ഇപ്പോൾ എത്ര കാലമായിട്ട് അവിടെ ജോലി ചെയ്യുന്നത്? സുമാർ 10 വർഷമായിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ അറിവ്. 10 വർഷത്തിൽ ഭാര്യ 10 വർഷമായിട്ടുണ്ടാവില്ല. ഭാര്യ നേരെ ശേഷം കൊണ്ടുപോയതാണ്. അവൾ ടീച്ചിങ് ആണ്. അവൾ ജോലി ചെയ്ത് തുടങ്ങിയിട്ട് 4-5 വർഷമായിട്ടുണ്ടാവുള്ളൂ. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ അതിൻ്റെയൊക്കെ നടപടിക്രമങ്ങൾ പലരും ഞങ്ങളെ വിളിക്കുന്നുണ്ട്, ഞങ്ങളെ സഹപ്രവർത്തകർ വിളിക്കുന്നുണ്ട്. നമ്മളെ സുഹൃത്തുക്കൾ KMCC പ്രവർത്തകർ വിളിച്ചു. അതുപോലെ തന്നെ മറ്റ് സുഹൃത്തുക്കൾ വിളിച്ചു. അവരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊന്നും ബേജാറാവണ്ട, പിന്നെ ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും അവരെ ബോഡി എത്തിക്കാനുള്ള എല്ലാവിധ പണികളും ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അറിയിച്ചോളി, ഞങ്ങൾ അയച്ചു തരാമെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആധാർ കാർഡ് മതി എന്നുള്ള ഒരു റിപ്പോർട്ട് വന്നപ്പോൾ അച്ഛൻ്റെ ആധാർ കാർഡും അവൻ്റെ ഭാര്യേൻ്റെ അച്ഛൻ്റെ ആധാർ കാർഡും ഞങ്ങൾ വിട്ടിട്ടുണ്ട്. വാട്സപ്പ് മുഖാന്തരം ഞങ്ങൾ അയച്ചു കൊടുത്തു. നമ്മുടെ വേറെ ബന്ധുക്കളൊക്കെ ദുബൈയിലുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ എങ്ങനെ? ബന്ധുക്കൾ ഞങ്ങൾ 5-6 മക്കൾ, ഞങ്ങളെ ജ്യേഷ്ഠന്മാരെ മക്കൾ എല്ലാവരും, ജ്യേഷ്ഠന്മാരെ മക്കൾ എല്ലാവരും അവിടെ ഉണ്ട്. 6 മക്കൾ. എൻ്റെ മകനും അവിടെ ഇതേ സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളാണ് ദുബായിൽ. എല്ലാവരും ഒരാൾ അബുദാബിയിൽ, പിന്നെ ഒരാൾ സൗദിയിൽ. ഞങ്ങളെ മക്കളൊക്കെ അവിടെ ഗൾഫ് മേഖലയായിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ്. അവരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ നടപടിക്രമങ്ങളുടെ പുറകെ ആയിരിക്കും. എല്ലാവരും ആദ്യം അറിഞ്ഞത് പിന്നെ നമ്മുടെ നേരെ ജ്യേഷ്ഠൻ്റെ മകനാണ്. അവൻ അറിഞ്ഞ ഉടനെ തന്നെ അവൻ ഓടി. അവൻ്റെ അടുത്ത് വണ്ടിയൊന്നും ഇല്ലായിരുന്നു. അവന് സംവിധാനങ്ങൾ പെട്ടെന്ന് എത്താനുള്ള സംവിധാനം ഇല്ലായിരുന്നു. ഓടി ഹോസ്പിറ്റലിലൊക്കെ തിരഞ്ഞു ആളെ. ഹോസ്പിറ്റലൊന്നും കാണുന്നില്ല. ഇവിടെ ഒരു പിന്നെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലിസ്റ്റിൽ അവരെ പേരില്ല, ബാക്കിയുള്ളവരെ കുറേ ആളുകളെ പേരുണ്ട്, ഇവരെ പേരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സമാധാനിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പിന്നെ ലാസ്റ്റ് ആണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഞെട്ടിക്കുന്ന വിവരം ഞങ്ങൾക്ക് അറിയുന്നത്. ഇങ്ങനെ 2 ആളും ഞങ്ങളെ വിട്ട് പിരിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട്.
ഓക്കെ SKN, ഏതായാലും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഈ ആദ്യഘട്ടത്തിൽ ഈ മരണപ്പെട്ടവരുടെ ലിസ്റ്റിൽ ഇവരുടെ പേരില്ലാത്തതിൻ്റെ പ്രതീക്ഷയിലായിരുന്നു ഇവർ മരിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ അവസാനം ഈ മരിച്ചു എന്നുള്ളൊരു ദുഃഖവാർത്തയാണ് പുറത്തു വന്നത്. ഏതായാലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. മൃതദേഹം കൊണ്ട് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. SKN. ഓക്കെ, വളരെ ദുഃഖകരമായ വാർത്തയാണ് മലപ്പുറം ജില്ലയിലെ വേങ്ങരയിൽ നിന്ന് വന്നിരിക്കുന്നത്. വേങ്ങരയിൽ നിന്നുള്ള 2 മലയാളികളാണ് ദുബായിലെ റിജേഷും ഭാര്യ ജെഷിയും ഇന്നലെ മരിച്ചത്. ദുബായിലുണ്ടായ തീപിടുത്തത്തിലാണ് ഈ മലയാളി ദമ്പതികൾ മരിച്ചത്. വളരെ ദുഃഖകരമായ സാഹചര്യമാണ് വേങ്ങരയിൽ നിലനിൽക്കുന്നതാണ് നമ്മുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നത്.